ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ 50 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാൻ്റെ 36ാമത്തെ ദിവസമാണ് അല്ലേ. അപ്പം ഇനി നമുക്ക് ഫിസിക്സിൽ നമ്മൾ ചെറിയൊരു ഭാഗം വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ ഇപ്പോൾ നോക്കാം, ലെൻസാണ്, ലെൻസിൻ്റെ ഭാഗമാണ് നമ്മൾ വിട്ടു പോയിട്ടുണ്ടായിരുന്നത്. അത് ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ലെൻസ് ഗോളോപരിതലത്തിലുള്ള ഒരു സുതാര്യ മാധ്യമം ലെൻസാണ്. ഗോളോപരിതലത്തിലുള്ള ഒരു സുതാര്യ മാധ്യമം ലെൻസാണ്. ലെൻസുകളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് അപവർത്തനമാണ്. ലെൻസുകളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. കോൺവെക്സ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ വസ്തുക്കളെ വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസിൽ ഉപയോഗിക്കുന്ന ലെൻസാണ്. കോൺവെക്സ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസിൽ ഉപയോഗിക്കുന്ന ലെൻസാണ്. മാഗ്നിഫൈയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ്, ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ്, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ്, ക്യാമറ, പ്രൊജക്ടർ, മൾട്ടി ജംഗ്ഷൻ, സോളാർ സെല്ലുകൾ തുടങ്ങിയ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നു. അപ്പം കോൺവെക്സ് ലെൻസിൻ്റെ ഉപയോഗങ്ങളാണ് വസ്തുക്കളെ വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസിൽ ഉപയോഗിക്കുന്ന ലെൻസ്, മാഗ്നിഫൈയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ്, ബേണിംഗ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ലെൻസ്, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നു. ക്യാമറ, പ്രൊജക്ടർ, മൾട്ടി ജംഗ്ഷൻ, സോളാർ സെല്ലുകൾ തുടങ്ങിയ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നു. കോൺകേവ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ വാതിലിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസ്, ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഐലൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കുവാനുള്ള ലെൻസിൻ്റെ കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ. പവർ ഓഫ് അക്കോമഡേഷൻ, സമഞ്ജനക്ഷമത എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കുവാനുള്ള കണ്ണിൻ്റെ കഴിവ്. ഇനി കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസുമാണ്. നോക്കാം, മധ്യഭാഗം കട്ടി കൂടിയതും അഗ്രങ്ങൾ ഇടുങ്ങിയതുമായിട്ടുള്ള ലെൻസാണ് ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്നു. കോൺവെക്സ് ലെൻസ്, ഉത്തല ലെൻസ്. കടന്നുപോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. സംവ്രജന ലെൻസ് എന്ന് അറിയപ്പെടുന്നു. കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാണ്. തലകീഴായതും യഥാർത്ഥവുമാണ് കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം. മിഥ്യയും നിവർന്നതുമാണ്. യഥാർത്ഥവും തലകീഴായതും മിഥ്യയും നിവർന്നതുമാണ്. ദീർഘദൃഷ്ടി പരിഹരിക്കുവാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കോൺകേവ് ലെൻസ് മധ്യഭാഗം ഇടുങ്ങിയതും അഗ്രങ്ങൾ കട്ടി കൂടിയതുമായിട്ടുള്ള ലെൻസാണ്. അവതല ലെൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്ന ലെൻസാണ്. വിവ്രജന ലെൻസ് എന്നറിയപ്പെടുന്നു. കോൺകേവ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതുമാണ്. ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ്. ലെൻസുമായി ബന്ധപ്പെട്ട പദങ്ങൾ. ലെൻസിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് ലെൻസിൻ്റെ വക്രതാ കേന്ദ്രം. ലെൻസിൻ്റെ വശങ്ങൾ ഭാഗങ്ങളായിട്ട് വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് ലെൻസിൻ്റെ വക്രതാ കേന്ദ്രം. ഒരു ലെൻസിൻ്റെ മധ്യബിന്ദു പ്രകാശിക കേന്ദ്രമാണ്. ഒരു ലെൻസിൻ്റെ മധ്യബിന്ദു പ്രകാശിക കേന്ദ്രമാണ്. ഒരു ലെൻസിൻ്റെ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് മുഖ്യ അക്ഷം. ഒരു ലെൻസിൻ്റെ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് മുഖ്യ അക്ഷം. അപ്പം അവിടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കുക. മുഖ്യ ഫോക്കസ്. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കുന്ന ബിന്ദുവിനെ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് അഥവാ എഫ് എന്ന് പറയുന്നു. അപ്പോൾ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കുന്ന ബിന്ദുവിനെ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നു. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുന്നു. ഈ രശ്മികൾ പതന രശ്മികളുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും പുറപ്പെടുന്നതായിട്ട് തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്. പ്രകാശരശ്മികൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതിനാൽ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്. പ്രകാശരശ്മിയുടെ പാത, പ്രകാശപാത, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. അപ്പോൾ പ്രകാശരശ്മിയുടെ പാത പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്നു. കോൺവെക്സ് ലെൻസിലാണെങ്കിൽ വ്യതിയാനം സംഭവിക്കുന്നില്ല. കോൺകേവ് ലെൻസിൽ വ്യതിയാനം സംഭവിക്കുന്നില്ല. ഇനി മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്നു. അപ്പോൾ കോൺവെക്സ് ലെൻസിൽ അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. കോൺകേവ് ലെൻസിൽ അതേ വശത്തുള്ള
വശത്തുള്ള ഫോക്കസിൽ നിന്നും പുറപ്പെട്ടു പോകുന്നതായിട്ട് തോന്നുന്നു. ഫോക്കസ് ദൂരം ഒരു ലെൻസിൽ പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും മുഖ്യ ഫോക്കസിനും ഇടയ്ക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഒരു ഫോക്കസ് കോൺവെക്സ് ലെൻസിൽ ജലത്തിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ഫോക്കസ് ദൂരം കൂടുന്നു. ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം 1/f = 1/v - 1/u ആണ്. v എന്ന് പറയുന്നത് ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ്. u എന്ന് പറയുന്നത് ലെൻസിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലമാണ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവാണ്. കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം നെഗറ്റീവാണ്. ഒരു ലെൻസിന് മുന്നിൽ ഒരു വസ്തു വിവിധ സ്ഥാനങ്ങളിലായിട്ട് വെക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിബിംബങ്ങളുടെ ഉയരം വ്യത്യാസമായിരിക്കും. ലെൻസിൻ്റെ പവർ ഒരു ലെൻസിന് പ്രകാശത്തെ സംരക്ഷിക്കാനോ വിവ്രജിക്കാനോ ഉള്ള ശേഷിയാണ് പവർ എന്ന് പറയുന്നത്. ചെറിയ ഫോക്കസ് ദൂരമുള്ള ലെൻസിൽ പ്രകാശരശ്മികൾ കൂടുതൽ വളയുന്നു. അതായത് കോൺവെക്സ് ലെൻസിൽ കൂടുതൽ സംരക്ഷിക്കുകയും കോൺകേവ് ലെൻസിൽ കൂടുതൽ വിവ്രജിക്കുകയും ചെയ്യുന്നു. ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമമാണ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമത്തെയാണ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. പവർ P = 1/f m എത്രയാണ് 100/f cm. ഇനി കോൺവെക്സ് ലെൻസിലെ പ്രതിബിംബ രൂപീകരണം നോക്കാം. വസ്തുവിൻ്റെ സ്ഥാനം, പ്രതിബിംബത്തിൻ്റെ സ്ഥാനം, പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അനന്തതയിലാണ് വസ്തുവിൻ്റെ സ്ഥാനം എങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം f-ലായിരിക്കും. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? f-ലാണ്. അനന്തതയിലാകുമ്പോൾ f-ലാണ്. പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതും വളരെ ചെറുതുമായിരിക്കും. യഥാർത്ഥമാണ്, അതുപോലെ തലകീഴായതാണ്, വളരെ ചെറുതുമാണ്. ഇനി 2f-ന് അപ്പുറമാണ് വസ്തുവിൻ്റെ സ്ഥാനമെങ്കിൽ 2f-ന് അപ്പുറമാണ് വസ്തുവിൻ്റെ സ്ഥാനമെങ്കിൽ f-നും 2f-നും ഇടയിലായിട്ടാണ് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം വരുന്നത്. യഥാർത്ഥം തലകീഴായത് ചെറുതാണ് ആ ഒരു പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത. ഇനി വസ്തുവിൻ്റെ സ്ഥാനം 2f-ലാണ് എങ്കിൽ 2f-ൽ തന്നെയാണ് പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും വരുന്നത്. യഥാർത്ഥവും തലകീഴായതും തുല്യ വലുപ്പവുമായിരിക്കും പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത. ഇനി f-നും 2f-നും ഇടയിലാണ് വസ്തുവിൻ്റെ സ്ഥാനമെങ്കിൽ 2f-ന് അപ്പുറമായിരിക്കും. യഥാർത്ഥം തലകീഴായതും വലുതുമാണ് പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത. 2f-ലാണ് ഇരിക്കുന്നത് വസ്തു എങ്കിൽ അനന്തതയിലായിരിക്കും. f-ലാണ് ഇരിക്കുന്നതെങ്കിൽ അനന്തതയിലായിരിക്കും അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. യഥാർത്ഥവും തലകീഴായതും വളരെ ചെറുതുമായിരിക്കും. f-നും ലെൻസിനും ഇടയിലായിട്ടാണെങ്കിൽ വസ്തുവിൻ്റെ അതേ വശത്ത് മിഥ്യ നിവർന്നത് വലുത് ആണ് അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത. ലെൻസിൻ്റെ പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഡയോപ്റ്റർ ആണ്, d ആണ്. കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവാണ്. കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവാണ്. കോൺവെക്സ് ലെൻസിൻ്റേതാണെങ്കിൽ പോസിറ്റീവ്, കോൺകേവിൻ്റേതാണെങ്കിൽ നെഗറ്റീവ്. ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കനം കുറഞ്ഞ ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നുപോകുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺവെക്സ് ലെൻസിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നുപോകുന്നു. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി അതേ വശത്തുള്ള ഫോക്കസിൽ നിന്നും പോകുന്നതായിട്ട് തോന്നുന്നു. മുഖ്യ ഫോക്കസിലൂടെ കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നുപോകുന്നു. അനന്തതയിലുള്ള ഒരു വസ്തുവിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ സമാന്തരമാണെന്ന് കാണിക്കുന്നു. ഇനി കുറച്ച് SCERT ക്വസ്റ്റ്യൻ പൂളാണ്. ഒരു കോൺകേവ് ലെൻസ് എല്ലായ്പ്പോഴും മിഥ്യാപ്രതിബിംബങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള കാരണം കോൺകേവ് ലെൻസിൽ പ്രകാശരശ്മികൾ യഥാർത്ഥത്തിൽ കൂട്ടിമുട്ടുന്നില്ല. അതിനാൽ പ്രതിബിംബം എപ്പോഴും മിഥ്യയായിരിക്കും. അടുത്തത് കോൺകേവ് ലെൻസിൽ ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനത: ദീർഘദൃഷ്ടി, ഹ്രസ്വദൃഷ്ടി, വെള്ളെഴുത്ത്. അതിൽ ഹ്രസ്വദൃഷ്ടിയാണ് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് പരിഹരിക്കാവുന്നത്. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. ക്രിട്ടിക്കൽ കോൺ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതനകോണാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. ഗ്ലാസിൻ്റെ പതനകോൺ 42 ഡിഗ്രി ആയിരിക്കുമ്പോൾ അപവർത്തന കോൺ എത്ര എന്ന് ചോദിച്ചാൽ അത് 90 ഡിഗ്രി ആയിരിക്കും. പതനകോൺ 40 ഡിഗ്രി ആയിരിക്കുമ്പോൾ പ്രകാശത്തിന് സംഭവിക്കുന്നത് പ്രതിഭാസം ഏത്? പ്രതിഭാസം നിർവചിക്കുക. അത് അപവർത്തനമാണ്. പ്രകാശം ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു സുതാര്യമായിട്ടുള്ള മാധ്യമത്തിലേക്ക് ചരിഞ്ഞു പതിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അതാണ് അപവർത്തനം. പതനകോൺ 45 ഡിഗ്രി ആയിരിക്കുമ്പോൾ പ്രകാശത്തിന് സംഭവിക്കുന്ന പ്രതിഭാസം ഏത്? പ്രതിഭാസം നിർവചിക്കുക. പൂർണ്ണാന്തര പ്രതിപതനമാണ്. 45 ഡിഗ്രി ആയിരിക്കുമ്പോൾ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ കോണളവിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ ആവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതികരിക്കുന്നതാണ് പൂർണ്ണാന്തര
സമാന്തര പ്രതിപതനം. 15 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഒരു വസ്തുവിൻ്റെ 2 മടങ്ങ് വലിപ്പമുള്ള പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെൻസിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം എത്രയാണെന്നാണ്. F + 15 സെൻറ്റിമീറ്റർ ആണ്. M -2 യഥാർത്ഥ പ്രതിബിംബം തലകീഴായത് ആവർത്തനം നെഗറ്റീവ്. ഇനി M V/U ആണ്. -2 V/U. V -2 × U ആണ്. അപ്പോൾ F1 1/V - 1/U ആണ്. അപ്പം അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് വായിച്ച് പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ എഴുതി തന്നെ പഠിക്കാം. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ലെൻസുകളുടെ പ്രതിബിംബ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അവയെ യഥാർത്ഥ പ്രതിബിംബവുമായി ബന്ധപ്പെട്ടവ, മിഥ്യാപ്രതിബിംബവുമായി ബന്ധപ്പെട്ടവ എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. അപ്പോൾ യഥാർത്ഥ പ്രതിബിംബവുമായി ബന്ധപ്പെട്ടവയാണ് തലകീഴായതാണ്. അതുപോലെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും, ആവർത്തനം നെഗറ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ നിവർന്നതായിരിക്കും. ഇത്രയുമാണ് യഥാർത്ഥ പ്രതിബിംബവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇനി മിഥ്യാപ്രതിബിംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല, നിവർന്നതാണ്. ഇത് രണ്ടുമാണ് മിഥ്യാപ്രതിബിംബത്തിൽ പെട്ട പ്രസ്താവനകൾ. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ന്യൂകാർട്ടീഷ്യൻ ചിഹ്നരീതി അനുസരിച്ച് ഒരു ലെൻസുമായിട്ട് ബന്ധപ്പെട്ട ദൂരങ്ങൾ അളക്കുന്ന രീതി നൽകിയിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ ബിയും ഡിയുമാണ്. എല്ലാ ദൂരവും അളക്കുന്നത് Fൽ നിന്നാണ്. മുഖ്യ അക്ഷം X അക്ഷമായി സങ്കല്പിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ദർപ്പണമാണ്. ദർപ്പണം നോക്കാം. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലമാണ് ദർപ്പണം. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലമാണ് ദർപ്പണം. ഉപരിതലം സമതലമായ ദർപ്പണമാണ് സമതല ദർപ്പണം. സമതല ദർപ്പണം ഉപയോഗിക്കുന്നത് മുഖം നോക്കുവാനാണ്, കാലിഡോസ്കോപ്പ് നിർമ്മിക്കുവാൻ, പെരിസ്കോപ്പ് നിർമ്മിക്കുവാൻ. ഒരു ദർപ്പണത്തിൻ്റെ പ്രകാശം പ്രതിപദിക്കുമ്പോൾ പതനരശ്മി അറിയപ്പെടുന്നത് പതനകിരണം. ഒരു ദർപ്പണത്തിൻ്റെ പ്രകാശം പതിപ്പിക്കുമ്പോൾ ദർപ്പണത്തിൽ നിന്നും തട്ടി തിരിച്ചു പോകുന്ന രശ്മി പ്രതിപതന കിരണമാണ്. അപ്പോൾ ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായിട്ട് പതനബിന്ദുവിൽ വരയ്ക്കുന്ന രേഖയാണ് ലംബം. പതന കിരണത്തിനും ലംബത്തിനും ഇടയിൽ കോണാണ് പതനകോണം. ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോണം. കണ്ണാടിയിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് പ്രതിപതനം സംഭവിച്ച രശ്മികൾ നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ്. പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്ന തലങ്ങൾ സമതല ദർപ്പണം, മിനുസമായിട്ടുള്ള വക്രതലങ്ങൾ. ചുമരിലോ സ്ക്രീനിലോ പതിപ്പിക്കാൻ കഴിയുന്നതും പ്രതിബിംബത്തിൻ്റെ ഉയരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും നേരിട്ടളക്കാൻ കഴിയുന്നതുമായിട്ടുള്ള പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം. പ്രത്യേകതരം ലോഹക്കൂട്ടുകൊണ്ട് നിർമ്മിച്ച ഒരു ദർപ്പണമാണ് ആറന്മുള കണ്ണാടി. ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകത സാധാരണ ദർപ്പണങ്ങളിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായിട്ടുള്ള പ്രതിബിംബം ലഭിക്കുന്നു. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ: ദർപ്പണത്തിന് പിന്നിലായിട്ട് രൂപപ്പെടുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതും വസ്തുവിൻ്റെ അതേ വലിപ്പത്തിലുള്ളതുമായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കുന്നു. അടുത്തത്, ചുമരിലോ സ്ക്രീനിലോ പതിപ്പിക്കാൻ കഴിയാത്തതും പ്രതിബിംബത്തിൻ്റെ ഉയരവും പ്രതിബിംബത്തിൻ്റെ ദൂരവും നേരിട്ടളക്കാൻ കഴിയാത്തതും എന്നാൽ ദർപ്പണത്തിനുള്ളിൽ കാണുന്നതുമായിട്ടുള്ള പ്രതിബിംബമാണ് മിഥ്യാപ്രതിബിംബം. കണ്ണാടിയിൽ പ്രതിബിംബത്തെ വശങ്ങൾ ഇടം വലം തിരിഞ്ഞു നോക്കാൻ കാരണമായ പ്രതിഭാസം പാർശ്വിക വിപര്യമാണ്. ആംബുലൻസിൻ്റെ മുന്നിൽ പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർ റിവർവ്യൂ മിററിലൂടെ നോക്കുമ്പോൾ പാർശ്വിക വിപര്യം ഉള്ളതിനാൽ അക്ഷരങ്ങൾ ശരിയായ രീതിയിൽ വായിക്കുന്നതിന് വേണ്ടിയാണ് ആംബുലൻസ് എന്ന മുൻഭാഗത്ത് തിരിച്ചെഴുതിയിരിക്കുന്നത്. പുസ്തകം കണ്ണാടിക്ക് മുമ്പിൽ പിടിച്ചു വായിക്കാൻ സാധിക്കാത്തതിന് കാരണം പാർശ്വിക വിപര്യമാണ്. സൂത്ര കണ്ണാടി ആയി ഉപയോഗിക്കുന്നത് സ്പെറിക്കൽ ദർപ്പണമാണ്. ഗോളീയ ദർപ്പണങ്ങൾ. പ്രതിപതന തലം ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. ഗോളീയ ദർപ്പണങ്ങൾ 2 തരമാണ്: കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും. കോൺകേവ് ദർപ്പണം പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ്. യഥാർത്ഥ പ്രതിബിംബം സാധ്യമാകുന്ന ദർപ്പണമാണ്. നിവർന്നതും വലതുമായ പ്രതിബിംബമാണ്. ഇനി ദർപ്പണം ഉപയോഗം. പ്രത്യേകത: കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർമാർ പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണമാണ്. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു. കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു. പ്രത്യേകത: ഇനി കോൺകേവ് ലെൻസാണ്. കോൺകേവ് ദർപ്പണമാണ്. ഷേവിംഗ് മിററായിട്ടും ടോർച്ചിലെ റിഫ്ലക്ടറായിട്ടും ഉപയോഗിക്കുന്നു. വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പ്രകാശത്തെ സമാന്തരമായി പ്രതിപദിപ്പിക്കുവാനുള്ള കഴിവ്. സമതല ദർപ്പണം മുഖം നോക്കാൻ വേണ്ടിയിട്ടാണ്. കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിന് വസ്തുവിന് സമാനമായിട്ടുള്ള പ്രതിബിംബം ആവർത്തന പ്രതിപതനമാണ്.
കോൺവെക്സ് ദർപ്പണം പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ്. മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ പ്രതിബിംബം രൂപപ്പെടുന്നു. ചെറുതും മിതയും നിവർന്നതും കൂടുതൽ വിസ്തൃതിയും ലഭ്യമാകുന്ന പ്രതിബിംബമാണ് ദർപ്പണം. ഉപയോഗങ്ങൾ: കോൺവെക്സ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറുകളായിട്ട്, റിവർവ്യൂ മിററിൽ സൺഗ്ലാസുകൾ നിർമ്മിക്കാൻ കോൺകേവ് ദർപ്പണം, ടോർച്ചിലെ റിഫ്ലക്ടർ, ഷേവിംഗ് മിറർ, സോളാർ കുക്കറിൽ, സിനിമാ പ്രൊജക്ടറുകളിൽ, മേക്കപ്പ് മിറർ, ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റുകളിലെ കാറിലെ ഹെഡ്ലൈറ്റിൽ. വാഹനങ്ങളുടെ റിയർവ്യൂ മിററായിട്ട് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കാൻ കാരണം കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് വീക്ഷണ വിസ്തൃതി കൂടുതലാണ്. ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ വിസ്തൃതി. മുഖ്യ ഫോക്കസ്: ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലൂടെ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഈ ബിന്ദുവാണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ്. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം ദർപ്പണത്തിൻ്റെ മറുഭാഗത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു മധ്യബിന്ദുവിൽ വരുന്നത് പോലെ തോന്നുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ്. ദർപ്പണവുമായി ബന്ധപ്പെട്ട പദങ്ങൾ: ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ദർപ്പണത്തിൻ്റെ കേന്ദ്രം വക്രതാകേന്ദ്രം. വക്രതാകേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും. ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ഒരു ഗോളത്തിൻ്റെ ആരമാണ് ദർപ്പണത്തിന് വക്രതാ ആരം. ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും അഥവാ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലം ഫോക്കസ് ദൂരം. ഒരു ദർപ്പണത്തിൻ്റെ പ്രതിപതനം അപ്പർച്ചറാണ്. ദർപ്പണത്തിൻ്റെ പ്രതിപതനത്തിൻ്റെ മധ്യബിന്ദു പോളാണ്. വക്രതാകേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം. ഇനി അടുത്തതായിട്ട് പതനരശ്മിയുടെ പാത, പ്രതിപതന രശ്മിയുടെ പാത, കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം മുഖ്യ അക്ഷത്തിന് സമാന്തരം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. മുഖ്യ ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത്. മുഖ്യ ഫോക്കസിൽ നിന്നും വരുന്നതായിട്ട് തോന്നുന്നു. അതാണ് അവിടെ കോൺവെക്സ് ദർപ്പണത്തിൽ. ഇനി മുഖ്യ ഫോക്കസിലൂടെ മുഖ്യ ഫോക്കസിലേക്ക്. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി തിരിച്ചു പോകുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി തിരിച്ചു പോകുന്നു. രണ്ടും ഒരേപോലെയാണ്. ഇനി വക്രതാ കേന്ദ്രത്തിലൂടെ വക്രതാ കേന്ദ്രത്തിലേക്ക്. അതേ പാതയിൽ കൂടി തിരിച്ചു പോകുന്നു. അതേ പാതയിൽ കൂടി തിരിച്ചു പോകുന്നു. ഇനി പോളിലേക്ക് ചരിഞ്ഞു പതിക്കാറുണ്ട്. പതനകോണിന് തുല്യമായിട്ടുള്ള അളവിൽ പ്രതിപദിച്ച് തിരിച്ചു പോകുന്നു. പതനകോണിന് തുല്യമായ അളവിൽ പ്രതിപദിച്ച് തിരിച്ചു പോകുന്നു. ഗോളീയ ദർപ്പണവുമായി ബന്ധപ്പെട്ട പ്രതിപാദന നിയമങ്ങൾ: പതനരശ്മി, പ്രതിപതന രശ്മി, പതന ബിന്ദുവിൽ പ്രതിപതനത്തിൽ വരയ്ക്കുന്ന ലംബം എന്നിവ ഒരേ പ്രതലത്തിലായിരിക്കും. പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ഇനി കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബം രൂപീകരിച്ചതിൻ്റെ വിശദീകരിക്കുക. വസ്തുവിൻ്റെ ചലനം, പ്രതിബിംബത്തിൻ്റെ സ്ഥാനം, പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ വസ്തുവിൻ്റെ സ്ഥാനം വളരെ അകലത്തിലാണെങ്കിൽ എഫിലായിരിക്കും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥം തലകീഴായത് വസ്തുവിനേക്കാൾ വളരെ ചെറുത്. മുഖ്യ ഫോക്കസിലൂടെ മുഖ്യ ഫോക്കസിലേക്ക്. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി തിരിച്ചു പോകുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി തിരിച്ചു പോകുന്നു. ഇനി വസ്തുവിൻ്റെ സ്ഥാനം സിക്ക് അപ്പുറമാണ്. എഫിനും സിക്കും ഇടയിലാണ് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം. യഥാർത്ഥം തലകീഴായത് വസ്തുവിനേക്കാൾ ചെറുതാണ്. ഇനി സിയിലാണ് വസ്തുവിൻ്റെ സ്ഥാനമെങ്കിൽ സിയിലായിരിക്കും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം. യഥാർത്ഥം തലകീഴായത് തുല്യ വലിപ്പം. സിക്കും എഫിനുമാണ് ഇടയിലാണ് വസ്തുവിൻ്റെ സ്ഥാനമെങ്കിൽ സിക്ക് പുറകിലാണ് തലകീഴായത് യഥാർത്ഥം വസ്തുവിനേക്കാൾ വലുത്. ഇനി എഫിലാണെന്നുണ്ടെങ്കിൽ പ്രതിപതന രശ്മികൾ സമാന്തരമായതിനാൽ പ്രതിബിംബം അനന്തരതയിൽ രൂപം കൊള്ളുന്നു. യഥാർത്ഥം തലകീഴായത് വസ്തുവിനേക്കാൾ വളരെ വലുത്. ഇനി എഫിനും പിക്കും ഇടയിലാണെങ്കിൽ ദർപ്പണത്തിന് പിറകിലായിരിക്കും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം. മിഥ്യ, നിവർന്നത്, വസ്തുവിനേക്കാൾ വലുത്. അടുത്തത് ആവർത്തനമാണ്. നോക്കാം. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ് ആവർത്തനം. വസ്തുവിൻ്റെ ഉയരത്തിൽ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിൻ്റെ ഉയരം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർത്തനം. ആവർത്തനം = 1 പ്രതിബിംബത്തിൻ്റെ ഉയരം / വസ്തുവിൻ്റെ ഉയരം. യൂണിറ്റ് ഇല്ലാത്ത ഒരു ഭൗതിക അളവാണ് ആവർത്തനം. യൂണിറ്റ് ഇല്ലാത്ത ഒരു ഭൗതിക അളവാണ് ആവർത്തനം. വസ്തുവിലേക്കുള്ള അകലം u എന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലം v എന്നും പരിഗണിച്ചാൽ ആവർത്തനം m = v/u ലെൻസ്, m = -v/u ദർപ്പണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കുന്നതിനായിട്ട് 8 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. പല്ല് നിരീക്ഷിക്കുന്നതിനായിട്ട് അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്നും 4 സെൻറ്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നു. എങ്കിൽ ഈ പ്രതിബിംബത്തിൻ്റെ ആവർത്തനം എത്രയായിരിക്കും? 2 ആണ്. സൊല്യൂഷൻ നോക്കാം. f = -8 സെൻറ്റിമീറ്റർ ആണ്. u = -4 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 1/f = 1/u + 1/v ആണ്. 1/-8 = 1/-4 + 1/v ആണ്. ഇപ്പോൾ v എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. m =
-v/u -8/4 2 ആണ്. ആവർത്തനം കണക്കാക്കുന്ന സന്ദർഭങ്ങളിൽ മുഖ്യ അക്ഷത്തിന് മുകളിലേക്കുള്ള അളവുകൾ പോസിറ്റീവായും മുഖ്യ അക്ഷത്തിന് താഴോട്ടുള്ള അളവുകൾ നെഗറ്റീവായിട്ടും പരിഗണിക്കണം. ആവർത്തനം പോസിറ്റീവായാൽ പ്രതിബിംബം മിഥ്യയും നിവർന്നതുമാണ്. ആവർത്തനം നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമാകും. ആവർത്തനത്തിൻ്റെ കേവല വില 1 കൂടുതലാണെങ്കിൽ പ്രതിബിംബം വസ്തുക്കളേക്കാൾ ചെറുതായിരിക്കും. ആവർത്തനത്തിൻ്റെ കേവല വില 1 വലുതാണെങ്കിൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും. ആവർത്തനത്തിൻ്റെ കേവല വില 1 പ്രതിബിംബം വസ്തുവും ഒരേ വലുപ്പമായിരിക്കും. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി. ലെൻസ്, മിറർ എന്നിവയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ ദൂരം അളയ്ക്കുന്ന രീതിയാണ്. ഫോക്കസ് ദൂരം കണ്ടെത്താനുള്ള സമവാക്യങ്ങളെ ഏകീകരിക്കാൻ രൂപീകരിച്ച രീതിയാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതിയിൽ എല്ലാ അളവുകളും അളക്കേണ്ടത് മൂലബിന്ദുവിൽ നിന്നാണ്. ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രമാണ് മൂലബിന്ദുവായി കണക്കാക്കുന്നത്. പ്രകാശരശ്മി സഞ്ചരിക്കുന്നതിനായിട്ട് കണക്കാക്കുന്ന ഇടത്തുനിന്നും വലത്തോട്ടാണ്. പ്രകാശരശ്മിയുടെ അതേ ദിശയിൽ അളക്കുന്ന ദൂരം പോസിറ്റീവും പ്രകാശരശ്മിയുടെ എതിർദിശയിൽ നിന്നും അളക്കുന്ന ദൂരം നെഗറ്റീവുമായിരിക്കും. ഇനി മുഖ്യ അക്ഷത്തിന് ലംബമായി മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവും മുഖ്യ അക്ഷത്തിന് ലംബമായി താഴേക്കുള്ള ദൂരം നെഗറ്റീവുമായിരിക്കും. ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് തീറ്റ ആയാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം 360°/θ -1 ആണ്. അപ്പോൾ R = 2f എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗണിത പ്രശ്നങ്ങളാണ്. അപ്പം അവിടെ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം F = R/2 ആണ്. ഇനി കുറച്ച് SCERT ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി അടുത്തതും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. SCERT ക്വസ്റ്റ്യൻ പൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദർപ്പണത്തിൻ്റെ മുന്നിൽ 20 സെൻറ്റിമീറ്റർ അകലെ ഓയിൽ ഒരു വസ്തു വെച്ചപ്പോൾ അതേ വലിപ്പമുള്ള പ്രതിബിംബം ഓയിൽ തന്നെ ലഭിച്ചു. O എന്തിനെ സൂചിപ്പിക്കുന്നു? വക്രതാ കേന്ദ്രത്തെ സൂചിപ്പിക്കുന്നു. ഇനി ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? 10 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഉപയോഗം ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നു. അതിൽ ഏതാണ് ഉപയോഗം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മേക്കപ്പ് മിററായി ഉപയോഗിക്കുന്നു, ഡോക്ടറുടെ ഹെഡ് മീറ്റർ മിററായി ഉപയോഗിക്കുന്നു, വാഹനത്തിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ വാഹനത്തിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഉപയോഗം. താഴെ പറയുന്ന പ്രസ്താവനകളെ കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. മിഥ്യ ഫോക്കസ് ഉള്ളത് കോൺവെക്സ് ദർപ്പണമാണ്. പ്രതിബിംബത്തിൻ്റെ ആവർത്തനം എല്ലായ്പ്പോഴും പോസിറ്റീവ് കോൺവെക്സ് ദർപ്പണം. പ്രതിബിംബത്തിൻ്റെ ആവർത്തനം പോസിറ്റീവ് നെഗറ്റീവും ആയത് കോൺകേവ് ദർപ്പണം. ഇനി ഒരു കോൺകേവ് ദർപ്പണമാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ചിത്രത്തിൽ ഏതാണ് പതനരശ്മി? അത് AB ആണ്. ABC 30° ആയാൽ പ്രതിപതന കോൺ എത്ര എന്നാണ്? R = 30° ആണ്. ഈ നിഗമനത്തിൽ എത്തിച്ചേരാൻ സഹായിച്ച തത്വം ഗോളീയ ദർപ്പണങ്ങളിൽ പതനകോണും പ്രതിപതന കോണും തുല്യമാണ്. ഗോളീയ ദർപ്പണവുമായി ബന്ധപ്പെട്ട പദമാണ് പോള്. ഒരു കോൺകേവ് ദർപ്പണം താഴെ വീണ് പൊട്ടി കഷ്ണങ്ങളായി മാറി. പൊട്ടിയ കഷ്ണങ്ങൾക്ക് ഓരോന്നിനും പോൾ ഉണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കും. പോൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പ്രതിപതന തലത്തിലെ മധ്യബിന്ദുവാണ്. കോൺകേവ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഷേവിംഗ് മിററിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? വലുതും നിവർന്നതുമായിട്ടുള്ള മിഥ്യാപ്രതിബിംബം. ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ദർപ്പണം തിരിച്ചറിയുക. കോൺവെക്സ് ദർപ്പണമാണ്. നിവർന്ന ചെറിയ പ്രതിബിംബമാണ് എപ്പോഴും മിഥ്യാപ്രതിബിംബം. അത് കോൺവെക്സ് ദർപ്പണമാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ വസ്തു വെച്ചപ്പോൾ വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം സ്ക്രീനിൽ ലഭിച്ചു. ദർപ്പണത്തിന് മുന്നിൽ വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? CEക്കും Fനും ഇടയിലാണ്. വസ്തുവിൻ്റെ തുല്യ വലിപ്പമുള്ള പ്രതിബിംബം ലഭിക്കാൻ വസ്തു ഏത് സ്ഥാനത്താണ് വെക്കേണ്ടത്? Cയിൽ വെക്കണം. പിന്നെ ദർപ്പണത്തിൽ നിവർന്ന പ്രതിബിംബം ഉണ്ടാകുമ്പോൾ വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? Fനും Pക്കും ഇടയിലാണ്. വീക്ഷണ വിസ്തൃതി ഏറ്റവും കുറഞ്ഞ ദർപ്പണം ഏത്? കോൺകേവ് ദർപ്പണമാണ്. ഒരു മരപ്പലകയിൽ പ്രതിബിംബം കാണാൻ സാധിക്കില്ല. എന്നാൽ അതിനെ മിനുസപ്പെടുത്തി പോളിഷ് ചെയ്തു വെച്ചാൽ പ്രതിബിംബം കാണാം. എന്തുകൊണ്ടാണ്? അപ്പം ആൻസർ, മരപ്പലകയിൽ വിസരണ പ്രതിപതനം മിനുസപ്പെടുത്തിയാൽ ക്രമമായിട്ടുള്ള പ്രതിപതനം നടന്ന് സമാന്തര പ്രതിപതന രശ്മികൾ ഉണ്ടാകുന്നു. അതാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ മുന്നിൽ 20 സെൻറ്റിമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം അതേ സ്ഥാനത്ത് തന്നെ ലഭിക്കുന്നു. ദർപ്പണം ഏത് തരത്തിലുള്ളതാണ്? കോൺകേവ് ആണ്. ഇനി പ്രതിബിംബത്തിൻ്റെ ആവർത്തനം എത്രയായിരിക്കും? സാധൂകരിക്കുക. -1 ആണ്. വസ്തു Cയിൽ പ്രതിബിംബത്തിൻ്റെയും വസ്തുവിൻ്റെയും ഉയരം തുല്യമാണ്. ഫോക്കസ് ദൂരം. പ്രതിബിംബത്തിൻ്റെ ആവർത്തനം എത്രയായിരിക്കും? സാധൂകരിക്കുക.
ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം, വക്രത, ആരം എന്നിവ കണ്ടെത്തുക. ഫോക്കസ് ദൂരം 10 സെൻറ്റിമീറ്റർ ആണ്. വക്രത, ആരം 20 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് കാഴ്ചയാണ്. ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം കണ്ണിലെ ലെൻസിൽ പതിക്കുന്നത് ഐറിസിലെ മധ്യഭാഗത്തുള്ള കൃഷ്ണമണിയിൽ പ്യൂപ്പിളിൽ കൂടിയാണ്. ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബം റെറ്റിനയിൽ പതിക്കുമ്പോൾ നാം വസ്തുക്കളെ കാണുന്നു. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവാണ് നിയർ പോയിന്റ്. ഒരു മീറ്റർ സ്കെയിലിൽ ഉപയോഗിച്ച് അളക്കുമ്പോൾ കിട്ടുന്ന കുറഞ്ഞ ദൂരത്തെ വ്യക്തമായിട്ടുള്ള കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരം എന്ന് പറയുന്നു. വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ ആണ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ്. ഈ ദൂരം അനന്തമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തമായ കാഴ്ച അനുഭവം ഉണ്ടാക്കാൻ ഫാർ പോയിന്റ് മുതൽ നിയർ പോയിന്റ് വരെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ വ്യക്തമായിട്ട് രൂപീകരിക്കണം. നാം അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിലെ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സീലിയറി പേശികൾ സങ്കോചിക്കുകയും ലെൻസിന്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യുന്നു. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥ പ്രാപിക്കുകയും ലെൻസിന്റെ വക്രത കുറഞ്ഞ് ഫോക്കസ് ദൂരം കൂടുകയും ചെയ്യുന്നു. കറന്റ് ഫാക്ട്: കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ കാഴ്ച വെല്ലുവിളികളെ നേരിടുന്ന യുവതിയുവാക്കൾക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതിയാണ് കാഴ്ച. വസ്തുക്കളുടെ സ്ഥാനം എവിടെയിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിന്റെ വക്രത ക്രമപ്പെടുത്തി ഫോക്കസ് ക്രമീകരിക്കുന്ന കഴിവാണ് കണ്ണിന്റെ സമഞ്ജനക്ഷമത. ദീർഘദൃഷ്ടി: അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ വൈകല്യമാണ് ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടിയിൽ ഒരു വ്യക്തി നേത്രങ്ങളുടെ നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്ററിൽ കൂടുതലാണ്. ദീർഘദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിൻ്റെ വലിപ്പക്കുറവ്, ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കൂടുതൽ. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി: ചിലർക്ക് അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ വൈകല്യമാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിയുള്ളവരുടെ നേത്രങ്ങളുടെ ഫാർ പോയിന്റ് അനന്തതയിലായിരിക്കില്ല, കണ്ണിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിലായിരിക്കും. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിൻ്റെ വലിപ്പ കൂടുതൽ, ലെൻസിൻ്റെ ഫോക്കസ് ദൂരക്കുറവ്. വെള്ളെഴുത്ത്: സമപ്രായക്കാരുടെ കണ്ണുകൾക്കുള്ള ഒരു ന്യൂനത വെള്ളെഴുത്താണ്. പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കുന്നതിന് കാരണം സീലിയറി പേശികളുടെ ക്ഷമതക്കുറവ്. സീലിയറി പേശികളുടെ ക്ഷമതക്കുറവുള്ളവർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറയുന്നതാണ് വെള്ളെഴുത്ത്. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ്. ത്രിമാന കാഴ്ച: 2 കണ്ണുകളും ഉപയോഗിച്ചിട്ടുള്ള കാഴ്ചയാണ് പൂർണ്ണതയുള്ളത്. ഒരു കണ്ണുകൊണ്ട് 150 ഡിഗ്രി കോണളവിലുള്ള ഒരു ദ്വിമാന തലത്തിലുള്ള കാഴ്ച മാത്രമേ സാധ്യമാകൂ. 2 കണ്ണുകൊണ്ട് ഒരു വസ്തുവിനെ നോക്കുമ്പോൾ 180 ഡിഗ്രി കോണളവിൽ വിസ്തൃതമായിട്ടുള്ള ഒരു ത്രിമാന തലത്തിലുള്ള കാഴ്ച സാധ്യമാകുന്നു. 2 കണ്ണിലെയും കാഴ്ചകൾ ഏകോപിപ്പിച്ച് വസ്തു സ്ഥിതി ചെയ്യുന്ന ദൂരത്തെക്കുറിച്ച് ഉള്ള ഒരു ധാരണ കൂടി ഉളവാക്കുന്നത് തലച്ചോറാണ്. നേത്രദാനം: കാഴ്ചശക്തി ഇല്ലാത്തവരെ കാഴ്ചയുടെ ലോകത്ത് കൈപ്പിടിച്ചുയർത്താൻ നേത്രദാനത്തിലൂടെ സാധിക്കും. കോർണിയ മാറ്റിവെക്കുന്നതിലൂടെ കാഴ്ചശക്തി കിട്ടുന്നു. ഏതു പ്രായക്കാർക്കും രക്തദാനം നടത്താം. അടുത്തത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ SCRT ക്വസ്റ്റ്യൻസ് ആണ്. ഫാർ പോയിന്റ് അനന്തതയിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിലേക്ക് കുറയുന്ന കണ്ണിൻ്റെ ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി. ചില വ്യക്തികൾക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പ്രയാസം നേരിടുന്നു. ഈ വൈകല്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ദീർഘദൃഷ്ടി. ഇത്തരം വൈകല്യത്തിന് 2 കാരണങ്ങൾ എഴുതുക. നേത്രഗോളത്തിൻ്റെ വലിപ്പക്കുറവ്, ലെൻസിൻ്റെ പവർ കുറയുന്നു. 3. കണ്ണിൻ്റെ സമഞ്ജനക്ഷമത കാരണമാണ് വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. സമഞ്ജനക്ഷമത എന്നാൽ എന്ത്? കണ്ണിൻ്റെ ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കുവാനുള്ള കഴിവ്. സമഞ്ജനക്ഷമത സീലിയറി പേശികളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശി സങ്കോചിക്കുന്നു, ഫോക്കസ് ദൂരം കുറയുന്നു. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശി അയഞ്ഞ് ഫോക്കസ് ദൂരം കൂടുന്നു. നേത്രവൈകല്യമുള്ള ഒരാളുടെ നേത്രത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നതിൻ്റെ ചിത്രം നൽകിയിരിക്കുന്നു. ആരോഗ്യമുള്ള നേത്രത്തിൽ എവിടെയാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്? റെറ്റിനയിലാണ്. കണ്ണിൻ്റെ ഏത് ന്യൂനതയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്? ഹ്രസ്വദൃഷ്ടിയാണ്. ഈ ന്യൂനത പരിഹരിക്കുന്നതിന് ചിത്രീകരിക്കുക. അനുയോജ്യമായ പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാം. നേത്രദാനത്തിൻ്റെ പ്രധാനത്തെക്കുറിച്ച് എഴുതുക. ഏതു പ്രായക്കാർക്കും നേത്രദാനം നടത്താവുന്നതാണ്. മറ്റുള്ളവരുടെ ജീവിതം പ്രകാശമാനമാക്കാൻ നേത്രദാനത്തിലൂടെ കഴിയും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ബയോളജിയാണ്. നോക്കാം. ബയോളജിയാണ്. അപ്പോൾ കറണ്ട് ഫാക്റ്റ് നോക്കാം. സർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന് ഇന്ത്യ പുറത്തിറക്കിയ ആദ്യ തദ്ദേശീയ QHPV ക്രോഡിവാലൻറ്റ്
ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ? അത് സെറിവാക് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഭാരത് ബയോടെക് സ്ഥാപിതമായത് 1996. ആസ്ഥാനം ഹൈദരാബാദ്. നിലവിൽ ചെയർമാൻ കൃഷ്ണ എം യെല്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR സ്ഥാപിതമായത് 1911. 1911 സ്ഥാപിതമായിട്ടുള്ളത്. ICMR എന്ന പേര് സ്വീകരിച്ച വർഷം 1949. ICMR എന്ന പേര് സ്വീകരിച്ച വർഷം 1949. ആസ്ഥാനം ന്യൂഡൽഹി. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിൽ പ്രവർത്തിക്കുന്നു. നിലവിൽ ഡയറക്ടർ ജനറൽ രാജേഷ് ബുഷ്മാൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ആസ്ഥാനം പൂനെ, മഹാരാഷ്ട്ര. സ്ഥാപിതമായ വർഷം 1952. വൈറസ് റിസർച്ച് സെൻറ്റർ. വൈറസ് റിസർച്ച് സെൻറ്ററിനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 1978. നിലവിലെ ഡയറക്ടർ പ്രൊഫസർ പ്രിയ അബ്രഹാം. ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. 1982 ഈ രോഗത്തിന് എയ്ഡ്സ് എന്ന പേര് നൽകിയത്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവിയാണ് വൈറസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടെഗ്നിയർ ആണ്. ലൂക്ക് മൊണ്ടെഗ്നിയർ, ഫ്രാൻകോയിസ് ബാരിസിനോസി എന്നിവർക്ക് എയ്ഡ്സ് വൈറസിൻ്റെ കണ്ടുപിടുത്തത്തിന് 2008 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. HIV ഒരു റെട്രോ വൈറസ് ആണ്. RNA ഉള്ള വൈറസാണ്. എയ്ഡ്സ് ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയെയാണ്. എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട്, ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ച ഡോക്ടറാണ് ഡോക്ടർ സുനിധി സോളമൻ. 1986. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല പത്തനംതിട്ടയാണ്. എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധന എലിസ ടെസ്റ്റാണ്. എയ്ഡ്സ് സ്ഥിരീകരിക്കാനായി നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. തിരഞ്ഞെടുക്കുന്ന സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടിയാണ് ആർട്ട്, ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ്. എയ്ഡ്സിന് കാരണമായ വൈറസിനെ ശക്തി കുറച്ച് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന ചികിത്സയാണ് ആൻറ്റി റിട്രോവൈറൽ ചികിത്സ. ദരിദ്ര രാജ്യങ്ങളിലെ എയ്ഡ്സ് ബാധിക്കുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതിയാണ് 3x5 ഇനീഷ്യേറ്റീവ്. 1986 രാജ്യത്തെ എയ്ഡ്സ് കേസ് കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ദേശീയ എയ്ഡ്സ് കമ്മിറ്റി രൂപീകരിച്ചു. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1992. ലോക എയ്ഡ്സ് ദിനമായി ഡിസംബർ 1 ആചരിക്കാൻ തുടങ്ങിയത് 1988 മുതലാണ്. എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകം റെഡ് റിബൺ. റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് വിഷ്വൽ എയ്ഡ്സ് ആണ്. ദേശീയ എയ്ഡ്സ് രോഗ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ സ്ഥാപിച്ച എയ്ഡ്സ് രോഗ നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ മെഡിക്കൽ കോളേജാണ്. എയ്ഡ്സ് പകരുന്ന മാർഗങ്ങൾ രോഗാണുബാധിതനായ വ്യക്തിയുമായുള്ള ലൈംഗിക ബന്ധം വഴി, രോഗബാധിതരുടെ രക്തത്തിൻ്റെയും രക്ത ഉൽപ്പന്നങ്ങളുടെയും നിവേശനം വഴി, മയക്കുമരുന്ന് സിരകളിലേക്ക് കുത്തിവെക്കുന്നവർ പങ്കുവെക്കുന്ന രോഗബാധിതമായ സൂചികൾ വഴി, രോഗബാധിതനായ അമ്മയിൽ നിന്നും പ്ലാസൻ്റ വഴി അവരുടെ കുഞ്ഞിലേക്ക്. 2021 ലോക എയ്ഡ്സ് ദിന പ്രമേയം അസമത്വങ്ങൾ അവസാനിപ്പിക്കുക, എയ്ഡ്സ് അവസാനിപ്പിക്കുക. ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന അവയവം കരളാണ്. വൈറസുകൾ മൂലമോ അമിത മദ്യപാനം മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം കരൾ വീക്കം. ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ ബാഹ്യലക്ഷണം ശ്ലേഷ്മസ്തരത്തിലും കണ്ണിലും വെള്ളയിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും ഉണ്ടാകുന്ന കടും മഞ്ഞ നിറമാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗം വ്യാപിക്കുന്നത് മലിനമായ ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E എന്നിങ്ങനെ 5 പ്രധാന ഹെപ്പറ്റൈറ്റിസ് വൈറസുകളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A തീവ്ര വ്യാപന ശേഷിയുള്ള ഹെപ്പറ്റൈറ്റിസ് A വൈറസിനാൽ ഉണ്ടാകുന്നു. രോഗികളുടെ ശരീരദ്രവങ്ങളിലും വിസർജനങ്ങളിലും വൈറസ് സാന്നിധ്യം ഉണ്ടാകും. രോഗലക്ഷണം കാണിക്കുന്നതിന് മുമ്പ് തന്നെ രോഗം പരത്താനുള്ള ശേഷി രോഗിക്കുണ്ട്. രോഗികളുമായി അടുത്തിടപഴകുമ്പോഴാണ് മലിനമായിട്ടുള്ള ഭക്ഷണം, വെള്ളം ഉപയോഗിക്കുമ്പോഴോ രോഗം പകരാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കാരണമുണ്ടാകുന്നു. വാക്സിൻ കൊണ്ട് തടയാവുന്ന രോഗമാണ്. ശരീരദ്രവങ്ങളെ പകരുന്ന ലൈംഗിക ബന്ധം, അമ്മയിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്ക് രക്തം സ്വീകരിക്കൽ, സിറിഞ്ച് പങ്കിടുമ്പോൾ. ഹെപ്പറ്റൈറ്റിസ് സി ആണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് കാരണമുണ്ടാകുന്നു. രോഗിയുടെ രക്തവും അയച്ച് സമ്പർക്കത്തിലാകുന്നത് വഴി പകരുന്നു. സിറിഞ്ച് പങ്കിടുമ്പോൾ രോഗം പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് ഡി ആണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് കാരണമുണ്ടാകുന്നു. രോഗിയുടെ രക്തവുമായി സമ്പർക്കത്തിലാകുന്നത് വഴി പകരുന്നു. സിറിഞ്ച് പങ്കിടുമ്പോൾ രോഗം പകരുന്നു.
ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് കാരണമുണ്ടാകുന്നു. രോഗിയുടെ രക്തവുമായി സമ്പർക്കത്തിലാകുന്നത് വഴി പകരുന്നു. സിറിഞ്ച് പങ്കിടുമ്പോൾ രോഗം പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ബാധിതരായവരിൽ മാത്രമേ ഹെപ്പറ്റൈറ്റിസ് ബി രോഗം ബാധ ഉണ്ടാകുന്നുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ഇ ആണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് കാരണമുണ്ടാകുന്നു. മലിനമായ ഭക്ഷണത്തിലൂടെയോ ജലത്തിലൂടെയോ പകരുന്നു. ഉഷ്ണപ്പുണ്ണ്, പറങ്കിപ്പുണ്ണ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗം സിഫിലിസ് ആണ്. മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങൾ. പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോയിലാണ്. പക്ഷിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഹോങ്കോങ്, ചൈന. ഇന്ത്യയുടെ ആദ്യത്തെ പക്ഷിപ്പനി വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലബോറട്ടറിയിൽ നിന്നാണ്. മാൾട്ട പനി കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല എറണാകുളമാണ്. അടുത്തത് സൈക്കോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. സൈക്കോളജിയിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. മിക്കപ്പോഴും കൂട്ടത്തിൽ നിന്നും പിൻവാങ്ങി ഒറ്റപ്പെട്ട കളിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്തിൻ്റെ ലക്ഷണമായേക്കാം? ഓട്ടിസത്തിൻ്റെതാണ്. ഇനി ഭിന്നശേഷിക്കാരായവർക്ക് വേണ്ടി നടപ്പിലാക്കിയ പ്രധാന പരിപാടികൾ: ദേശീയ വിദ്യാഭ്യാസ നയം 1986, തുടർച്ചയായിട്ടുള്ള അധ്യാപക പരിശീലനങ്ങൾ, പ്രോജക്റ്റ് ഇൻ പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് 1986, പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992, റിവൈസ്ഡ് IEDC സ്കീം 1992. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. ജാതിമത വർഗ സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക ഭേദമന്യേ യാതൊരുവിധ വിവേചനവും ഇല്ലാത്ത ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരായ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാര വിദ്യാഭ്യാസം പൂർണ്ണ തോതിൽ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, സങ്കലിത വിദ്യാഭ്യാസം. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നത് 1990-ലാണ്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന UNO 2006 നടത്തിയ ആഗോള സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടിൽ ആർട്ടിക്കിൾ 24 ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഭിന്നശേഷിക്കാരായവരെ സംബന്ധിച്ച് പ്രത്യയ ശാസ്ത്രപരമായിട്ടുള്ള ഒരു പരിവർത്തനമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. യുണിസെഫിൻ്റെ 2003 കണക്കനുസരിച്ച് മിതമായിട്ടുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ 70% വരെയുള്ളവരെ പൊതുവിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കാനാകും. എന്നാൽ തീവ്രമായിട്ടുള്ള പ്രശ്നം യുണിസെഫിൻ്റെ 2003 കണക്കനുസരിച്ച് മിതമായിട്ടുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ 70% വരെയുള്ളവരെ പൊതുവിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കാനാവും. എന്നാൽ തീവ്രമായിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് സവിശേഷ സ്കൂളുകൾ അഭികാമ്യം. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ മികവുകളും പരിമിതികളും. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ മികവുകൾ: എല്ലാവിധ വിവേചനങ്ങളും ഇല്ലാതാകുന്നു, സാമൂഹികവൽക്കരണം സാധ്യമാകുന്നു, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പെരുമാറ്റത്തിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, വിവിധ വിഷയങ്ങളുടെ പഠനം അവൻ്റെ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സൗഹൃദപരമാകുന്നു, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നത് ഭിന്നശേഷിക്കാരനും അനുഭവവേദ്യമാകുന്നു, സ്കൂൾ തലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാക്കാൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു. സ്കൂൾ പ്രവർത്തനങ്ങളിൽ സാമൂഹിക ഇടപെടൽ പരസ്പര പൂരകമായി നടക്കുന്നതിനാൽ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ പുരോഗതി വേഗത കൂടുന്നു. പഠനത്തിലും ജീവിത വിജയം നേടുന്നതിലും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. പരിമിതികൾ: സ്കൂളുകളിലും ക്ലാസ് മുറികളിലും പൂർണ്ണമായിട്ടും ഭിന്നശേഷി സൗഹൃദമായിട്ടില്ല. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി അനുരൂപീകരണ പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കാനും അവ നടപ്പിലാക്കുവാനും ഉതകുന്ന വിദഗ്ധ പരിശീലനം എല്ലാ അധ്യാപകർക്കും നൽകിയിട്ടില്ല. പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ഫലപ്രദമായ ഇടപെടൽ വേണ്ടത്ര ലഭിക്കുന്നില്ല. ഭിന്നശേഷിക്കാരായ പ്രത്യേക പാഠ്യപദ്ധതിക്ക് അനുരൂപീകരണ പാഠ്യപദ്ധതിക്ക് രൂപം നൽകിയിട്ടില്ല. സംയോജിത വിദ്യാഭ്യാസം IEDC പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 1974. IEDC പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 1974. IEDC പദ്ധതിയുടെ ആദ്യ നടപടി ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമീപ സ്കൂളുകളിൽ ചേർക്കുക. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നൽകുന്ന സംയോജിത വിദ്യാഭ്യാസ രീതി, ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രത്യേകം സജ്ജീകരിച്ച റിസോഴ്സ് മുറികളിൽ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്ന രീതി, പൊതു ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളുടെ ഒറ്റപ്പെടൽ IEDC പദ്ധതിയുടെ ന്യൂനതയായിരുന്നു. പൊതു വിദ്യാലയങ്ങളും സ്പെഷ്യൽ സ്കൂളുകളും. പ്രത്യേക തരം പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടി സവിശേഷമായി സജ്ജീകരിക്കപ്പെട്ട വിദ്യാലയങ്ങളാണ് സ്പെഷ്യൽ സ്കൂളുകൾ. ഇന്ത്യയിൽ ആദ്യമായി സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചത് 1887 അമൃത്സറിലാണ്. കാഴ്ചപരിമിതി ഉള്ളവർക്ക് വേണ്ടി തുടങ്ങിയ സ്ഥാപനം ആനി ഷാർപ്പ്. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ കാഴ്ചപരിമിതി ഉള്ളവർക്ക് വേണ്ടി 115 സ്പെഷ്യൽ സ്കൂളുകളും ശ്രവണ സംസാര വൈകല്യമുള്ളവർക്ക് വേണ്ടി 70 സ്കൂളുകളും അസ്ഥി സംബന്ധമായിട്ടുള്ള വൈകല്യമുള്ളവർക്ക് വേണ്ടി 25 സ്കൂളുകളും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി 27 സ്കൂളുകളും ഗവൺമെൻറ് തലത്തിൽ ആരംഭിച്ചു.
പരിമിതിയുടെയും തീവ്രതയുടെയും തോതും അനുസരിച്ച് ഓരോ കുട്ടിക്കും അവൻ്റെ സവിശേഷ വിദ്യാഭ്യാസ അവകാശത്തിനനുസരിച്ച് നൽകുന്ന വിദ്യാഭ്യാസമാണ് സവിശേഷ വിദ്യാഭ്യാസം. വിവിധ തരത്തിലുള്ള സവിശേഷ വിദ്യാഭ്യാസങ്ങൾ റെസിഡൻഷ്യൽ സ്കൂൾ 24 മണിക്കൂറും വീട്ടിൽ നിന്നും മാറി താമസവും പരിശീലനവും നൽകാൻ സജ്ജീകരിച്ച സ്ഥാപനങ്ങളാണ് റെസിഡൻഷ്യൽ സ്കൂളുകൾ. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ദീർഘകാല ചികിത്സ ആവശ്യമുള്ളതിലോ തീവ്രമായ ചലന പ്രശ്നമുള്ളതിനാലോ സ്കൂളുകളിൽ പോകാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്ക് വീട്ടിൽ വെച്ച് വിദ്യാഭ്യാസം നൽകുന്ന രീതിയാണ് സ്പെഷ്യൽ ഡേ സ്കൂളുകൾ. ഒരേ തരം പരിമിതിയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പരിരക്ഷയും പരിശീലനവും പകൽ മാത്രം നൽകുന്ന സ്ഥാപനം. പൊതുവിദ്യാലയത്തിലെ സ്പെഷ്യൽ ക്ലാസ് മുറികളിലെ പഠനം, സഞ്ചരിക്കുന്ന അധ്യാപികയുടെ സേവനം. അവകാശാധിഷ്ഠിത വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും സൗജന്യവും ഗുണനിലവാരമുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകാൻ ഗവൺമെൻറ് ബാധ്യതയുണ്ട്. ഈ നിയമപ്രകാരം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് 5 വയസ്സിൻ്റെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയ ആക്ടാണ് RPW ആക്ട് 2016. ദേശീയ തലത്തിലുള്ള അവകാശ സംരക്ഷണ നിയമങ്ങൾ. അമേരിക്കയിൽ 1960 ഭിന്നശേഷിക്കാർക്കും പഠിക്കാനുള്ള അവകാശം ഉണ്ടെന്നും അതിനായി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആഹ്വാനം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡിയാണ്. ഭിന്നശേഷിക്കാരായവരുടെ വിദ്യാഭ്യാസത്തിന് കാതലായ മാറ്റം ഉണ്ടാക്കിയ 1975 പാസാക്കിയ നിയമം എഡ്യൂക്കേഷൻ ഫോർ ആൾ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആക്ട് ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങളെയും ഇല്ലാതാക്കി പഠനത്തിലും തൊഴിൽ ചെയ്യുന്നതിലും തുല്യ അവസരങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കിക്കൊണ്ട് 1990 പാസാക്കിയ നിയമം ദ അമേരിക്കൻസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. 1975 എഡ്യൂക്കേഷൻ ഫോർ ആൾ ഹാൻഡിക്യാപ്ഡ് ആക്ട് ഭേദഗതി ചെയ്ത് 1990 രൂപം നൽകിയ പുതിയ നിയമമാണ് ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റീസ് എഡ്യൂക്കേഷൻ ആക്ട്. IDEA പരിഷ്കരിച്ചത് 2004. വ്യക്തിഗത വിദ്യാഭ്യാസ പദ്ധതി എന്ന നിയമപരമായിട്ടുള്ള ആശയം അവതരിപ്പിച്ചത് ഏത് നിയമപ്രകാരമാണ്? IDEA 1990. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള മറ്റ് അന്തർദേശീയ ആക്ടുകളാണ് UN സ്റ്റാൻഡേർഡ് റൂൾസ് ഓൺ ദ ഇക്വലൈസേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് 1993, യുനെസ്കോ സലാമാൻക സ്റ്റേറ്റ്മെൻറ്റ് 1994, ബിവാൻകോ മില്ലേനിയം ഫ്രെയിംവർക്ക് 2003, UNCPDD 2006, അന്താരാഷ്ട്ര ഭിന്നശേഷി ദശകമായിട്ട് 1983 മുതൽ 82 പ്രഖ്യാപനം. ദേശീയ തലത്തിലുള്ള അവകാശ സംരക്ഷണ നിയമങ്ങളും ആക്ടുകളും. PWD ആക്ട് 1995, മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987, നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999, RDE ആക്ട് 2009, RCE ആക്ട്, RCI ആക്ട് 1992, RPWD ആക്ട് 2016. ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശ സംരക്ഷണത്തിനും പൂർണ്ണ പങ്കാളിത്തത്തിനുമുള്ള 1995 നിയമമാണ് PWD ആക്ട് 1995. ശാരീരികവും മാനസികവുമായ പരിമിതികളുള്ള വ്യക്തികളുടെ അവകാശ സംരക്ഷണത്തിനും തുല്യതയ്ക്കും വേണ്ടിയുള്ള ആക്ടാണ് PWD ആക്ട്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുതര വൈകല്യം എന്നിവ ബാധിച്ചവരുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള നിയമമാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999. മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സക്കും സംരക്ഷണത്തിനുമായിട്ട് 1987 മെയ് 22 പാസാക്കിയ നിയമമാണ് മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987. മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987. മെൻ്റൽ ഹെൽത്ത് ആക്ട് ഭേദഗതി ചെയ്ത മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് എന്ന് പാർലമെൻറ്റ് പാസാക്കിയത് വർഷം 2017 ഏപ്രിൽ 7. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുവിധ വൈകല്യം എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കാനായി 1999 ഡിസംബർ 30 പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999. 6-നും 14-നും ഇടയിലുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസം അവകാശ നിയമമായി ഉറപ്പുവരുത്തുന്ന നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായിട്ട് അവരുടെ പ്രായപരിധി 18 വയസ്സുവരെയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം ലക്ഷ്യമാക്കി 1986 രജിസ്ട്രേറ്റ് സൊസൈറ്റിയായിട്ട് ഡൽഹിയിൽ രൂപം കൊള്ളുകയും 1992 നിലവിൽ വരികയും ചെയ്തിട്ടുള്ള നിയമമാണ് RCI ആക്ട് 1992. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1992.
2000 ഈ ആക്ട് ഭേദഗതി ചെയ്തു. 1995 PWD ആക്ടിന് പകരം 2016 ഡിസംബറിൽ പാർലമെന്റ് പാസാക്കിയ നിയമം RPWD ആക്ട് 2016, ദ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായിട്ട് ദേശീയ തലത്തിൽ നിലവിൽ വന്ന സ്ഥാപനങ്ങൾ NIVH നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വലി ഹാൻഡിക്യാപ്ഡ്, കാഴ്ചാപരിമിതി ഉള്ളവർക്കായിട്ട് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. 1982 സ്ഥാപിതമായി. AYJNIHH ശ്രവണ വൈകല്യമുള്ളവർക്കായിട്ട് പരിശീലനങ്ങൾ, പുനരധിവാസം, പ്രൊഫഷണലുകളുടെ പരിശീലനങ്ങൾ എന്നീ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനം 1983 ഓഗസ്റ്റ് 9 മുംബൈയിൽ സ്ഥാപിച്ചു. ഇനി NIOH ആണ്. കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയത്തിൻ്റെ കീഴിൽ 1978 കൊൽക്കത്തയിൽ സ്ഥാപിതമായ സ്വയംഭരണ സ്ഥാപനം. SVNIRTAR ആണ്. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനമാണ്. NIMH അമേരിക്കയിലെ ഹെൽത്ത് ഹ്യൂമൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള രാജ്യാന്തര പ്രശസ്തമായ ഒരു സ്ഥാപനം. NIMHൻ്റെ ലക്ഷ്യം മാനസിക വൈകല്യമുള്ളവരെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക. RCIA 1992 സ്ഥാപിച്ചു. AIISH കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ കീഴിൽ 1966 മൈസൂരിലെ മാനസ ഗംഗോത്രിയിൽ സ്ഥാപിതമായ സ്വയംഭരണ സ്ഥാപനം. NIMHANS 1847 മനോരോഗ ചികിത്സാ കേന്ദ്രം എന്ന നിലയിൽ ബാംഗ്ലൂരുവിൽ പ്രവർത്തനം ആരംഭിച്ചു. 1974 ഡിസംബർ 27 ഈ സ്ഥാപനത്തെ ഒരു സ്വയംഭരണ സ്ഥാപനമായി പ്രഖ്യാപിച്ച് NIMHANS എന്നാക്കി. 1994 നവംബർ 14 ഡീംസ് യൂണിവേഴ്സിറ്റി പദവിയിലേക്ക് ഉയർത്തി. അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഭിന്നശേഷിയുള്ള ഓരോ കുട്ടിക്കും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ സ്വന്തം പരിമിതികൾ മറികടന്ന് പഠിക്കാൻ കഴിയുന്ന വിധം അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി തയ്യാറാക്കുന്നതാണ് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ. അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ: പഠന ബോധന തന്ത്രങ്ങളിൽ തയ്യാറാക്കൽ, പഠനോപകരണങ്ങളുടെ രൂപകൽപ്പന, പഠന ബോധന പ്രവർത്തന നിർവഹണം, വിലയിരുത്തൽ, പരിഹാര ബോധന പ്രവർത്തനം, കുട്ടികളുടെ വ്യക്തിഗത കുടുംബ സാമൂഹ്യ സാഹചര്യങ്ങളിലും ആരോഗ്യ വിദ്യാഭ്യാസ അവസ്ഥയും പരിമിതികളുടെ തലവും വിശദമായിട്ട് വിശകലനം ചെയ്ത് കുട്ടികൾക്ക് അനുയോജ്യമായി തയ്യാറാക്കുന്ന വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടിയാണ് IEP തയ്യാറാക്കുന്നതിന് 2 ഭാഗങ്ങളുണ്ട്. ഭാഗം 1 കുട്ടിയുടെ വ്യക്തിഗത കുടുംബ സാമൂഹ്യ ആരോഗ്യ അഭിരുചി സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തണം. 2ാം ഭാഗത്തിൽ കുട്ടികളുടെ വൈജ്ഞാനിക തലത്തിൽ നില എത്രത്തോളമെന്നും സവിശേഷ ആവശ്യങ്ങൾ എന്തെല്ലാമെന്നും മികവുകളും പരിമിതികളും താല്പര്യങ്ങൾ എന്തെല്ലാമെന്നും വിശദമായി കണ്ടെത്തണം. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യം തീരുമാനിക്കുന്നു. ഈ ലക്ഷ്യങ്ങളിൽ എത്താൻ സഹായകമായിട്ടുള്ള വിധത്തിൽ ഒരു ഉപലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും തീരുമാനിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായി തയ്യാറാക്കുന്ന IEPക്ക് അനുസരിച്ച് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കണം. സുഗമ്യ ഭാരത് അഭിയാൻ അംഗപരിമിതരുടെ പൊതു ഇടങ്ങളിലുള്ള ചലന സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രചരണ പരിപാടിയാണ് സുഗമ്യ ഭാരത് അഭിയാൻ. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ 2015 ഡിസംബർ 3 അന്നത്തെ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ഈ പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അംഗപരിമിതരുടെ സംരക്ഷണത്തിനായിട്ടുള്ള നിയമത്തിലെ 44, 45, 46 വകുപ്പുകൾ പ്രകാരം റോഡുകൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ പൊതു ഇടങ്ങളിൽ അംഗപരിമിതർക്ക് വിവേചനമില്ലാതെ സുഗമമായി സഞ്ചരിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. ഇനി അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സങ്കലിത വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റു കുട്ടികളെ പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ് സങ്കലിത വിദ്യാഭ്യാസം. സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പിലാക്കുന്നത്? പൊതുവിദ്യാലയങ്ങളിലാണ്. ആധുനിക കാലത്തിന് അനുയോജ്യം ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസം ആണെന്ന അഭിപ്രായത്തിലൂടെ യുക്തി താഴെ തന്നിട്ടുള്ളവയിൽ ഏതിലാണ് ഏറ്റവും നന്നായിട്ടുള്ളത് കണ്ടുപിടിക്കാൻ അവസരമുണ്ട്. മൂല്യനിർണ്ണയത്തിനുള്ള സൗകര്യമുണ്ട്. പഠിതാക്കളെല്ലാം ഒരേ നിലവാരത്തിലും സാമൂഹികം എന്ന ലക്ഷ്യം നേടാൻ സഹായകമാണ്. ഈ ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് ആൻസർ ഡിസംബർ 3 ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനെ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നു. ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പുന്നപ്ര വയലാർ സമരമാണ്.
പുന്നപ്ര വയലാർ സമരം. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരത്തിനെതിരെയുള്ള സമരമാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ആലപ്പുഴ ജില്ലയിലാണ്. തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയവർ K. ശങ്കരൻ നാരായണൻ തമ്പി, TV തോമസ്, പത്രോസ്, സുഗതൻ, CK കുമാരപ്പണിക്കർ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തുകയും പോലീസുകാരുമായി ഏറ്റുമുട്ടുകയും ചെയ്ത വിഭാഗങ്ങളാണ് ആലപ്പുഴ നഗരത്തിലെ വ്യവസായ തൊഴിലാളികൾ, പുന്നപ്രയിലെ മത്സ്യത്തൊഴിലാളികൾ, വയലാറിലെ കുടിയാന്മാർ തുടങ്ങിയവർ. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദീവാനാണ് സർ CP രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരം സാഹിത്യ രചനകളിലൂടെ. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തഴി ശിവശങ്കരപിള്ള രചിച്ചിട്ടുള്ള നോവലാണ് തലയോട്. പുന്നപ്ര വയലാർ സമരം അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ VK മോഹൻകുമാർ എഴുതിയ 2018 വയലാർ അവാർഡ് നേടിയ കൃതിയാണ് ഉഷ്ണരാശി കരപ്പുരത്തിന്റെ ഇതിഹാസം. കൊച്ചി ഇലക്ട്രിസിറ്റി സമരം. തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം നടക്കുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദീവാനാണ് ഷൺമുഖൻ ചെട്ടിക്ക് എതിരായി നടത്തിയ പ്രക്ഷോഭമാണ് വൈദ്യുത പ്രക്ഷോഭം. തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം സ്വന്തമാക്കിയ കമ്പനിയാണ് മദ്രാസിലെ ചാന്ദ്രി കമ്പനി. പിന്നീട് ഇത് തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുത്തു. വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം 1936. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരം വൈദ്യുത പ്രക്ഷോഭം. വൈദ്യുത പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ AR മേനോൻ, ഇക്കണ്ട വാര്യർ, E. ഉണ്ണി. കൊച്ചി രാജപ്രജാമണ്ഡലം. കൊച്ചി രാജപ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം 1941 ജനുവരി 26. കൊച്ചി രാജപ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകൻ S. നീലകണ്ഠൻ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ നേതാക്കൾ ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, AK അയ്യപ്പൻ. കൊച്ചി പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദീവാനാണ് AFW ഡിക്സൺ. പ്രജാമണ്ഡലത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനത്തിന് വേദിയായത് ഇരിങ്ങാലക്കുടയാണ്. പ്രജാമണ്ഡലത്തിന്റെ അവസാന വാർഷിക സമ്മേളനം നടന്നത് തൃശ്ശൂരാണ്. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായ കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡലം മന്ത്രിസഭ നിലവിൽ വന്നത് 1948. കൊച്ചി രാജപ്രജാമണ്ഡലം INC-യിൽ ലയിച്ച വർഷം 1948. കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടന കൊച്ചി രാജപ്രജാമണ്ഡലം. ഇനി മലബാറാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താനെ ഖലീഫ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രൂപം നൽകിയതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. അലി സഹോദരന്മാർ. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിനം ഒക്ടോബർ 17. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. റൗലറ്റ് നിയമത്തിനെതിരായിട്ട് വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് വിശ്വസിക്കുകയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ചെയ്ത ദേശീയ നേതാവാണ് ഗാന്ധിജി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920. നിസ്സഹകരണ സമരം നടത്തുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം 1921. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോഴിക്കോട്ട് എത്തിയവരാണ് ഗാന്ധിജി, ഷൗക്കത്ത് അലി. 1920 ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവരാത്തതിന് കാരണം ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാലാണ്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ പ്രത്യക്ഷ ഭരണം കേരളത്തിലെ പ്രദേശം മലബാറാണ്. ബ്രിട്ടീഷ് റെസിഡന്റുമാരുടെ പരോക്ഷമായിട്ട് ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശങ്ങൾ കൊച്ചി, തിരുവിതാംകൂർ. അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമായ കാലഘട്ടം ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയവർ KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ. ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ
വിഷയങ്ങൾ ചർച്ച ചെയ്ത് രാഷ്ട്രീയ സമ്മേളനം 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനം. അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനം. അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനത്തിൻ്റെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത് ആനി ബസന്റും അനുയായികളും. കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്ന മഞ്ചേരിയിൽ നടന്ന അഞ്ചാം കോൺഗ്രസ് സമ്മേളനം. മലബാർ ജില്ലാ കോൺഗ്രസ് അവസാന സമ്മേളനം നടന്നത് മഞ്ചേരിയാണ് 1920. മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ഫസ്റ്റ് 1916, പാലക്കാട് ആനി ബസന്റ്. സെക്കൻഡ് 1917, കോഴിക്കോട് CP രാമസ്വാമി അയ്യർ. 1918 തലശ്ശേരി ആസാദ് അലിഖാൻ ബഹദൂർ. 1919 വടകര KP രാമൻ. 1920 മഞ്ചേരി കസ്തൂരിരംഗ അയ്യർ. മലബാർ കലാപം 1836 മുതൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം, കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം. 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക വിഭാഗം പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ് MSP. ഇനി മലബാർ കലാപത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലായിട്ടും ഉണ്ടായിരിക്കുക. അപ്പം ഇനി നമുക്ക് ജോഗ്രഫിയിൽ ചുഴലിക്കാറ്റുകൾ എന്നുള്ള ഭാഗമാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. 2017 നവംബറിൽ കേരളം, തമിഴ്നാട്, ഗുജറാത്ത്, ലക്ഷദ്വീപ് തീരങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഓക്കി. ഓക്കി ചുഴലിക്കാറ്റിൻ്റെ ഉത്ഭവസ്ഥാനം ഗൾഫ് ഓഫ് തായ്ലൻഡാണ്. ഓക്കി എന്ന പദത്തിൻ്റെ അർത്ഥം കണ്ണ് എന്നാണ്. ഓക്കി ചുഴലിക്കാറ്റിൻ്റെ സമുദ്രത്തിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനായിട്ട് നാവിക വ്യോമ സേനകളും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ സുരക്ഷാ നടപടിയാണ് ഓപ്പറേഷൻ സിനർജി. വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോം ആയിരുന്ന ഓക്കി ചുഴലിക്കാറ്റ്. ഓക്കി ദുരന്തത്തിൽ മരിച്ചതോ കാണാതായതോ ആയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത പരിശീലനവും നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. 194 കുട്ടികളാണ് ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ. ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശത്തെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്ന രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, തായ്ലൻഡ്, മ്യാൻമാർ, മാലിദ്വീപ്, ഒമാൻ, ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, യമൻ. കറണ്ട് ഫാക്ട്: 2022 ഒക്ടോബറിൽ ബംഗ്ലാദേശിനെയും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളെയും ബാധിച്ച ചുഴലിക്കാറ്റാണ് സിത്രാങ്. തായ്ലൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റീജിയണൽ ഇൻ്റഗ്രേറ്റഡ് മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സിസ്റ്റം റയറസ്റ്റ് ഓഫ് റയർ എന്ന് വിശേഷിപ്പിച്ച ചുഴലിക്കാറ്റാണ് തിത്ലി. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ സഹായത്തോടെ ഇന്ത്യയിലെ ആദ്യ ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ഏർലി വാർണിംഗ് സിസ്റ്റം നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ആദ്യമായി കാലാവസ്ഥാ നിരീക്ഷണ ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്ത്. 2021 ഡിസംബറിൽ അയർലാൻഡിലും സ്കോട്ട്ലാൻഡിലും നാശം വിതച്ച ചുഴലിക്കാറ്റ് ബര. ചുഴലിക്കാറ്റുകൾ പേര് നൽകിയ രാജ്യം: അഗ്നി, ആകാശ്, ബജലി, ജൽ, ലഹർ, മേഘ്, വായു, ഗതി. ഇന്ത്യ: ഒഗ്നി, നിഷ, ഹെലൻ, ചബല, ഗിരി, ഓക്കി, നിസർഗ. ബംഗ്ലാദേശ്: ഹുദ്ഹുദ്, നാദ, മുർജാൻ, ലുബാൻ, യാസ്. ഒമാൻ: നീലോഫർ, വാർദ, ഫാനൂസ്, നീലം, തിത്ലി, ഗുലാബ്. പാകിസ്ഥാൻ: മാല, രശ്മി, മരുത, പവൻ, ഗജ. ആസാനി, ശ്രീലങ്ക: മുക്ത, ഗായ്മുഖ്, ഫെയിലിൻ, ഫിതായി, അംഫൻ. തായ്ലൻഡ്: പ്യാർ, പ്യാൻ, താനെ, നാനൌക്ക്, ടൗട്ടെ. മ്യാൻമർ: ഫിബാറു, മേക്കുനു, ഐല, ബുറേവി. മാലിദ്വീപ്: ജവാദ്, സൗദി അറേബ്യ. ഷഹീൻ, ഖത്തർ. നിവർ, ഇറാൻ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയുമാണ് പഠിക്കുന്നത്. താങ്ക് യു. നാളത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ഹിസ്റ്ററി ഭാഗം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. പിന്നെ ഇനി ജോഗ്രഫിയും പിന്നെ അതുപോലെ തന്നെ ബയോളജിയുമാണ് ഇനി നമുക്ക് കുറച്ചും കൂടി ഉള്ളത് കേട്ടോ. ബയോളജിയും അധികം വൈകാതെ തന്നെ കംപ്ലീറ്റ് ആകും. താങ്ക് യു.